ഞാൻ മേരി മെറ്റിൽഡ സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ, സന്തോഷം നിറഞ്ഞതാക്കാൻ സഹായിക്കുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യബന്ധങ്ങളാണ്. പക്ഷേ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത കാരണം അത് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാറില്ല. ഒരു കാര്യം ഭംഗിയായിട്ട് സുഗമമായിട്ട് നടത്തിയെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, നിയമങ്ങളുണ്ടാവണം. രണ്ട്, നിയമങ്ങൾ അനുസരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചില നിയമങ്ങളാണ്. മനുഷ്യബന്ധങ്ങൾ സുഗമമായി ലളിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന നിയമങ്ങൾ. 10 നിയമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ നിയമങ്ങൾ പാലിച്ചു നോക്കൂ, ജീവിതം സൂപ്പറാകും. റൂൾ നമ്പർ 1, എല്ലാ വ്യക്തികളിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ഒരു വ്യക്തിയെ ഗുണങ്ങളും ദോഷങ്ങളോടും കൂടി അംഗീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായാലേ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകൂ. പക്ഷെ പലപ്പോഴും നമുക്ക് അത്യാഗ്രഹമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളായിരിക്കണം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പലപ്പോഴും പ്രായോഗികമല്ല. ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ വിവാഹിതയാകാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു പുരുഷനെയാണ് അവൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്. കുറേ നാളായിട്ടും കല്യാണം നടക്കാതിരുന്നപ്പോൾ അവരുടെ അടുത്ത സുഹൃത്ത് ചോദിച്ചു, എന്താ ഇതുവരെ കല്യാണമൊന്നും ആയില്ലേ, എന്തു പറ്റി? പെൺകുട്ടി പറഞ്ഞു, ഞാനേ എല്ലാം തികഞ്ഞ ഒരാളെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നിട്ട് ആരെയും ഇതുവരെ കിട്ടിയില്ലേ. അപ്പോഴാണ് പെൺകുട്ടി പറഞ്ഞത്, ഒരാളെ കിട്ടി, പക്ഷേ അയാളെല്ലാം തികഞ്ഞ ഒരാളെ നോക്കി നടക്കുകയാണ്, അപ്പം ഞാൻ അയാൾക്ക് ഫിറ്റായില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അതുമാത്രമല്ല, ഈ കുറ്റങ്ങളും കുറവുകളും നമ്മൾ എളുപ്പം കണ്ടുപിടിക്കും. ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുറ്റങ്ങളും കുറവുകളും നമുക്ക് കണ്ടുപിടിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നന്മകൾ കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. ഈ നന്മകൾ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെയാണ്. സ്വർണം കുഴിക്കുമ്പോൾ കുറേ ചെളി ഇതൊക്കെ കുറേ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് 1 ഔൺസ് സ്വർണം കിട്ടുക. ഇതുപോലെ തന്നെയായിരിക്കും വ്യക്തികളിൽ ഈ നന്മ കണ്ടെത്തുക എന്നുള്ളത്. നമുക്കെപ്പോഴും നെഗറ്റിവിറ്റിയോടൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും. റൂൾ നമ്പർ 2, ബി പ്രോ ആക്റ്റീവ്. ബന്ധങ്ങൾ തുടങ്ങാനും അത് നിലനിർത്താനും നമുക്ക് നല്ല താല്പര്യം ഉണ്ടാകുക മാത്രമല്ല, നമ്മളതിന് മുൻകൈ എടുക്കുകയും വേണം. വേണമെങ്കിൽ അയാൾ ചെയ്തോട്ടെ എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തരുത്. ഞാൻ സെയിൻറ്റ് തെരേസാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു, ഈ ക്ലാസ്സിൽ സുഹൃത്തുക്കൾ ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു സരോജിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ടീച്ചർ എനിക്ക് ആരും സുഹൃത്തുക്കളായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചർ ആ പറഞ്ഞത് തെറ്റാണ്, സരോജിനിയുടെ സുഹൃത്താണ് ഞാൻ. ക്ലാസ്സിൽ കൂട്ടച്ചിരിയായി. ടീച്ചർ സരോജിനിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഞങ്ങൾ അന്ന് തുടങ്ങി വലിയ സുഹൃത്തുക്കളായി. ഇപ്പോഴും ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്. ആ സുഹൃത്ത് ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നല്ലേ. സുഹൃത്ത് ബന്ധങ്ങളിൽ മുൻകൈ എടുക്കാനും താല്പര്യം കാണിക്കാനും മടി കാണിക്കരുത്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാനും മുൻകൈ എടുക്കണം. വേണമെങ്കിൽ അയാൾ വന്ന് സോൾവ് ചെയ്യട്ടെ എന്നുള്ള മനോഭാവം ബന്ധങ്ങളെ ദുർബലമാക്കും. റൂൾ നമ്പർ 3, ഇന്റർ ഡിപ്പെൻഡൻസ്. ബന്ധങ്ങളിൽ ഒരാൾ മറ്റേയാളെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് കഴിയരുത്. അത് ചൂഷണമാണ്. പരസ്പരം ആശ്രയിക്കണം. ഇന്റർ ഡിപ്പെൻഡൻസ് വരുമ്പോഴാണ്, പരസ്പരാശ്രയത്വം വരുമ്പോഴാണ് ഈ കഴിവുകൾ സമന്വയിക്കുന്നത്. അങ്ങനെയാണ് ബന്ധങ്ങൾ ശക്തമാകുന്നത്. ഒരു വ്യക്തിക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നെക്കൊണ്ട് മറ്റേയാൾക്ക് പ്രയോജനമുണ്ടെന്നുള്ളത്. ശരിക്കും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അയാളെ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടെന്നുള്ളത് അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ബന്ധങ്ങളിൽ ബ്രേക്കപ്പ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അതാണ്, ഒരാൾ പൂർണ്ണമായിട്ടും മറ്റേയാളെ ആശ്രയിച്ച് കഴിയുക. റൂൾ നമ്പർ 4, സെറ്റ് ബൗണ്ടറീസ്. ബന്ധങ്ങളിൽ എപ്പോഴും ചില പരിധികൾ നമ്മൾ നിശ്ചയിക്കണം. ബന്ധങ്ങൾ സുരക്ഷിതമാക്കാനും റീസണബിൾ ആക്കാനും അത് നമ്മളെ സഹായിക്കും. മറ്റേ ആൾക്ക് എവിടം വരെ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാം, അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം ഇടപെടണം, ഇതെല്ലാം വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പരസ്പരം ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? പാരന്റിങ്ങിലൊക്കെ അത് സംഭവിക്കാറില്ലേ? കുട്ടികൾ വളർന്നു വലുതായാലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ആവശ്യമില്ലാതെ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഏത് ബന്ധത്തിലായാലും, ലൈഫ് പാർട്ട്ണർ ആയാലും, പാരൻസ് ആയാലും, സുഹൃത്തുക്കളായാലും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മറ്റേയാളെ അറിയിക്കേണ്ടതായിട്ട് വരും. എന്ത് വേണം വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള
ബോധമുണ്ടാവണം. അതുമാത്രമല്ല, അത് പ്രകടിപ്പിക്കുകയും വേണം. ചില ആളുകളെ കണ്ടിട്ടില്ല, ഇത് പരസ്പരം തുറന്നു പറയാതെ സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ധൈര്യമായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അതിലൊരു കുറ്റബോധവും വേണ്ട. അഞ്ചാമത്തെ കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ. ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ അടിച്ചമർത്തലല്ല കേട്ടോ. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഔചിത്യപൂർവ്വം എക്സ്പ്രസ് ചെയ്യുക. എല്ലാ ബന്ധങ്ങളിലും അത് വളരെ ആവശ്യമാണ്. ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. പോയ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറന്നാലും മറ്റേയാളുടെ മനസ്സിൽ അത് മുറിപ്പാടായിട്ട് അവശേഷിക്കും. റൂൾ നമ്പർ 6, ബി ജെന്വിൻ. ജെന്വിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ എന്താണോ ബന്ധങ്ങളിൽ അതുപോലെ തന്നെ ആയിരിക്കണം. ഒളിച്ചു വെക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. തുറന്ന പെരുമാറ്റം, സത്യസന്ധത, വാക്കുപാലിക്കൽ, ഇതെല്ലാം ജെന്വിൻ ആകുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ പരസ്പരം ഉണ്ടാക്കേണ്ട ഒരു വിശ്വാസ്യത, അത് ബന്ധങ്ങളിൽ വളരെ ആവശ്യമാണ്. ആ ഒരു വിശ്വാസ്യത ആർജിച്ചെടുക്കലാണ് സത്യത്തിൽ ജെന്വിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൂൾ നമ്പർ 7, വിൻ വിൻ സൊല്യൂഷൻ. ബന്ധങ്ങളല്ലേ, തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് നമ്മൾ പരിഹാരവും കാണാറുണ്ട്. ഈ പരിഹാരം കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പല പരിഹാരങ്ങളുണ്ട്. എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാകണം. രണ്ട് കൂട്ടർക്ക് സ്വീകാര്യമായ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ. അത് പലപ്പോഴും സാധ്യമാണ്. നമുക്ക് തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. എനിക്ക് പറ്റാത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. മറ്റയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ആ അവസ്ഥയിൽ ബന്ധങ്ങൾ എങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അതിന് സാധ്യതയില്ല. റൂൾ നമ്പർ 8, അഡ്മിറ്റ് ദ മിസ്റ്റേക്ക് ആൻഡ് സേ സോറി. തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ന്യായീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. തെറ്റ് സമ്മതിക്കുക, മാപ്പ് ചോദിക്കുക, വളരെ സിമ്പിളാണ്. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. ഈ തെറ്റ് സമ്മതിക്കൽ വലിയൊരു കുറച്ചിലായിട്ട് കണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, തെറ്റ് സമ്മതിക്കുന്ന ആളുകളോട് നമുക്ക് സത്യത്തിൽ ബഹുമാനമല്ലേ തോന്നാറ്? പിന്നെ എന്തുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്തുകൂടാ? റൂൾ നമ്പർ 9, സ്ട്രോക്സ്. സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാളുകൾക്ക് കൊടുക്കുന്ന പരിഗണന. മറ്റൊരർത്ഥത്തിൽ മറ്റേയാളുടെ സാമീപ്യം നമ്മൾ അറിയുന്നു എന്ന് കാണിക്കുന്ന ഏത് ജസ്റ്ററും സ്ട്രോക്കിൽ പെടും. പോസിറ്റീവ് സ്ട്രോക്സും നെഗറ്റീവ് സ്ട്രോക്സും ഉണ്ട് കേട്ടോ. നല്ല ബന്ധങ്ങൾക്ക് ഇത് രണ്ടും ആവശ്യമാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു, ഇതെല്ലാം പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. അവരുടെ സാമീപ്യം നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അത് പോസിറ്റീവ് സ്ട്രോക്കാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നെഗറ്റീവ് സ്ട്രോക്കാണ്. ഒരാളോട് പരിഗണന ഉള്ളത് കൊണ്ടാണ് നമ്മൾ അയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അയാൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷെ ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അയാളുടെ ഇഷ്ടം നഷ്ടപ്പെട്ടാലോ, സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ചിലർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയല്ല. കറക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ. അതെങ്ങനെ ഒരു നല്ല ബന്ധമാണെന്ന് പറയാൻ പറ്റും? നമ്പർ 10, സേ ഗുഡ് ബൈ. എന്ന് വെച്ചാൽ നമുക്ക് പിരിയുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിൽ ഒരു തകരാറുമില്ല. സഹിച്ച് ജീവിക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. എല്ലാവരുമായിട്ടും ശക്തമായ ബന്ധങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ചില ആളുകളുമായിട്ട് നമ്മൾ ചേരില്ല, അത് ശരിയാവില്ല. അപ്പോൾ എല്ലാം സഹിച്ച് ബന്ധങ്ങളിൽ തുടരുന്നതിൽ അർത്ഥമില്ല. സേ ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ മറ്റേയാളുമായിട്ട് പിരിഞ്ഞു പോവുക എന്നുള്ള ലിറ്ററൽ മീനിങ് അതിനകത്ത് വരുന്നുമില്ല. ചില ബന്ധങ്ങളിൽ അത് സാധ്യമല്ല. മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ സ്ട്രെയിൻഡ് ആകുന്നു, നമുക്കൊരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വെച്ച് മക്കളെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരകലം പാലിക്കാം. പലപ്പോഴും എന്ത് സംഭവിക്കുമെന്നോ, മക്കളിൽ നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ചിലർ പല മാർഗങ്ങളും സ്വീകരിക്കും. മക്കൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യും. ആ സാഹചര്യത്തിൽ മക്കൾ ആ നിലപാട് ഇഷ്ടപ്പെടില്ല. കഴിയുന്നതും അകന്നകന്നും പോകാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ വിട്ടു നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരിത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ചങ്ങമ്പുഴ കവിതകളിൽ എന്നെ ആകർഷിച്ച 2 വരികളുണ്ട്. അടുത്തടുത്ത് ഞാൻ അണഞ്ഞിടും തോറും അകന്നകന്നേവം ഒളിപ്പതെങ്ങു നീ. അത് മനുഷ്യ സഹജമാണ്. നമ്മളിങ്ങനെ ബലമായിട്ട് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾ അകന്നകന്ന് പോകാൻ എല്ലാ സാധ്യതയുണ്ട്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.